പാഠം 696. തിരിച്ചറിവുകൾ നല്ലതാണ്. നീ ഇതെവിടെയായിരുന്നു? എനിക്ക് പോവാൻ സമയമായി. ഞാൻ ഈ വീടും പരിസരമൊക്കെ നോക്കിക്കാണായിരുന്നു. വീടിന്റെ അകത്ത് ഇഷ്ടം പോലെ സ്ഥലം മോനട്ടാ. മൊത്തം 4 ബെഡ്റൂം ഉണ്ട്. പുറകുവശത്തേക്ക് നല്ല മുറ്റമുണ്ട്. പച്ചക്കറി കൃഷിയൊക്കെ നടത്താൻ പറ്റിയ സ്ഥല. നമ്മൾ ഇവിടെ സ്ഥിര താമസത്തിന് വന്നതല്ല. 1-2 ദിവസം കഴിയുമ്പോ നമുക്ക് തിരിച്ചു പോണം. എന്നാലും ഒരു വീട്ടിൽ വന്നിട്ട് ഒരു മുറി കയറി ഇങ്ങനെ അടച്ചിരിക്കുന്നത് ശരിയാണോ മോഹനേട്ടാ? മോഹനേട്ടൻ ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം ആ ഹാള് ഈ ബെഡ്റൂം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അവരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിക്കാനാ? എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് നമുക്ക് തിരുവനന്തപുരം വരെ വരേണ്ടി വന്നു. സതീശൻ എന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് നമ്മൾ ഇവിടെ താമസിക്കുന്നു. അതിനിടയിൽ അവരുടെ വീട് മുഴുവൻ ചുറ്റിക്കറങ്ങി നടന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? സാധാരണ മനുഷ്യന്മാരെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും എന്റെ മോഹനേട്ടൻ മനസ്സിലാവില്ലല്ലോ. എന്തായാലും എനിക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. മോഹനേട്ടാ, നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വെക്കുകയാണെങ്കിലേ ഇങ്ങനൊരു വീട് വെക്കണം. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ഭാമേ. ആകെ 2 പേരാണ് ഈ വീട്ടിലുള്ളത്, സതീശനും സുഷമയും. അവർക്ക് താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീട്? ഇതൊക്കെ ധൂർത്ത. ഒന്ന് പതുക്കെ പറ. അവരുടെ വീട്ടിൽ വന്നിട്ട് അവരുടെ വീടിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവരെല്ലാം വിളിച്ചു പറയും. സൗകര്യമുള്ള വീട് വെക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. പൈസ ഇങ്ങനെ സമ്പാദിച്ചാൽ മാത്രം പോരാ, അത് ആവശ്യം ചെലവാക്കാനോട് പഠിക്കണം. അല്ലാതെ കിട്ടുന്ന വീട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അതിന്റെ കണക്ക് നോക്കിയിരുന്നാ പോരാ. സതീഷേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ അവർ 2 പേരും കൂടെ പുറത്തുനിന്ന് കഴിച്ചോളാന്ന്. സത്യഭാമയ്ക്ക് രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട, എന്തായാലും കുഴപ്പമില്ല. ഇവിടുത്തെ കാര്യങ്ങളും അങ്ങനെ തന്നെ. പുള്ളിക്കാരന് ഒരു നിർബന്ധമില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും അത് മതിയെന്ന് പറയും. ജോലിക്കാരി ഉണ്ടായിരുന്നതാ, അവക്കൊരു വസ്തു ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ അവളെ അങ്ങ് പറഞ്ഞു വിട്ടു. സത്യഭാമയുടെ വീട്ടിലെ സെർവന്റ് ഇല്ലേ? ഇല്ല, ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. മോഹനേട്ടന് ഈ ജോലിക്കാരെ നിർത്തുന്നൊന്നും ഇഷ്ടമല്ല. അത് വലിയ പാട് തന്നെയാ. സത്യഭാമയ്ക്ക് ജോലിയുള്ളതല്ലേ. ജോലിയുള്ളവർക്ക് വീട്ടിലെ ജോലിക്കാരി വേണം. എല്ലാ ജോലിയും കൂടെ ഒറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ചാ നടക്കുന്ന കാര്യമാണോ? എന്തുപറ്റി? പുള്ളിക്കാരൻ വലിയ പിശുക്കനാണെന്ന് സതീശേട്ടൻ പറഞ്ഞു. അതായിരിക്കും ജോലിക്കാരി നിർത്താത്തെ. അങ്ങനെയൊന്നുമില്ല. എന്തായി അടുക്കള കാര്യങ്ങള്? നീ സത്യഭാമയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? സത്യഭാമയ്ക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, എന്തായാലും മതിയെന്ന്. കേട്ടോ സത്യഭാമേ, ഇവിടെ ഒരു ജോലിക്കാരി ഇല്ലാത്തതിന്റെ വിഷമം ഈ സതീശേട്ടനാ. എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു വലിയ വഴക്കാ ഇവിടെ. അതല്ല കാര്യം. നമ്മൾ ജോലി ചെയ്യുന്നതും പണം ഉണ്ടാക്കുന്നത് എന്തിനാ? സന്തോഷമായിട്ട് ജീവിക്കാൻ. അല്ലാതെ കിട്ടുന്ന കാശ് മുഴുവൻ സൂക്ഷിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവളീ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം വരും. 4000-5000 രൂപ കൊടുത്താൽ ഒരു ജോലിക്കാരിയെ കിട്ടും. പണത്തേക്കാൾ വലുത് ഇവളുടെ സന്തോഷമാണല്ലോ എന്ന് കരുതി ഞാൻ നിർബന്ധിക്കും. പക്ഷെ ഇവള് പറയുന്നത് ജോലിക്കാരിയെ വേണ്ട, ജോലിക്കാരിയെ വേണ്ടാന്ന്. നല്ലൊരാളെ കിട്ടിയാലല്ലേ സത്യഭാമയെ കാര്യമുള്ളൂ. അങ്ങനെ ഒരാളെ കിട്ടുന്നവരെ തനിച്ചങ്ങ് ചെയ്യാം. പിന്നെ സതീഷേട്ടന്റെ എല്ലാ കാര്യങ്ങളും സതീഷേട്ടൻ ചെയ്യും. സതീഷേട്ടന്റെ ഡ്രസ്സൊക്കെ സതീഷേട്ടൻ കഴുകും. തേക്കുവാണെങ്കിൽ എന്റെ ഡ്രസ്സോടെ സതീഷേട്ടൻ തേച്ചു തരും. അപ്പൊ പിന്നെ ജോലിക്കാരി ഇല്ലെങ്കിൽ എന്താ? അത് പിന്നെ അങ്ങനല്ലേ വേണ്ടത്. ഞങ്ങൾ 2 പേരും അല്ലേ ഈ വീട്ടിലുള്ളൂ. അപ്പൊ ഞാൻ അവളെ സഹായിച്ചല്ലേ പറ്റൂ. മോഹനകൃഷ്ണൻ എങ്ങനെ വീട്ടു ജോലിക്കൊക്കെ കൂടൂ? എന്താ? അല്ല, സത്യഭാമയെ മോഹനകൃഷ്ണൻ വീട്ടു ജോലിക്കൊക്കെ സഹായിക്കുമെന്ന്.
ആ പിന്നെ ആ. മോഹനേട്ടൻ എല്ലാ ജോലിയിലും എന്നെ സഹായിക്കും. വേണ്ടത് എത്ര പറഞ്ഞാലും മോഹനേട്ടൻ അത് കേൾക്കില്ല. രാവിലെ എഴുന്നേക്കും മുതൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആൾ അടുക്കളയിൽ തന്നെ ആയിരിക്കും എന്നെ സഹായിക്കാനായിട്ട്. സഹായിക്കാനാ? മോഹനേട്ടൻ റെഡി ആയി നോക്കട്ടെ, പോകാൻ സമയമായല്ലോ. ഞാൻ പോയിട്ട് വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത്? അല്ലെങ്കിൽ ഇന്നത്തെ അത്താഴം നമുക്ക് പുറത്തു പോയി കഴിച്ചാലോ? പുറത്തു പോയി കഴിച്ചിട്ട് കുറച്ച് ദിവസം ആയില്ലേ? എവിടെ 2 ദിവസം മുമ്പല്ലേ നമ്മൾ സിനിമ കണ്ടിട്ട് വരുമ്പോ ഹോട്ടലിൽ ലൈറ്റ് നിന്ന് അത്താഴം കഴിച്ചത്? രൂപ എത്രയാ പൊടിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഭക്ഷണം കഴിക്കുന്ന എനിക്ക് ഇങ്ങനെ കണക്ക് പറയാതെ സുഷമേ, അല്ലെങ്കിൽ തന്നെ കാശുണ്ടാക്കുന്നത് ചെലവാക്കാനല്ലേ? കൂട്ടുകാരൻ മോൻ റെഡിയായി നിൽക്കുന്നു. ഇതുവരെ ഒരിക്കൽ കഴിഞ്ഞില്ലേ? ഞാൻ താമസിച്ചിട്ടില്ല. കൃത്യം 8:30 ഇവിടുന്ന് പുറപ്പെടാമെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ 8:25 ആയിട്ടേ ഉള്ളൂ. രണ്ടുപേരും കൂടി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനാണ് പരിപാടി എന്ന് കേട്ടല്ലോ. എന്ത് പറ്റി? മോഹനേട്ടൻ ഹോട്ടലിലൊക്കെ കയറി ആഹാരം കഴിക്കോ? കാശ് ഒരുപാട് ചെലവാകില്ലേ? സതീശൻ നിർബന്ധിച്ചു. അവന്റെ പരിചയത്തിലുള്ള ഏതൊരു ഹോട്ടലുണ്ടെന്ന്, അതുകൊണ്ട് സമ്മതിച്ചതാ. മോഹനേട്ടാ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മോഹനേട്ടന്റെ ആവശ്യത്തിനല്ലേ? അതെ. ശരിക്കും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കേണ്ടി വരുമായിരുന്നേ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാശ് എത്ര ചെലവാകുന്ന മോഹനേട്ടനെ അറിയാലോ. അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇവിടെ ഇപ്പൊ അവര് നമുക്ക് 3 നേരം ഭക്ഷണം തരുന്നുണ്ട്. ഇനി ഹോട്ടലിൽ പോയി കഴിക്കുമ്പോ അതിന്റെ കാശെങ്കിലും സതീഷിനെ കൊണ്ട് കൊടുപ്പിക്കരുത്. മോഹനേട്ടന്റെ പിശുക്ക് എനിക്ക് ശരിക്കും അറിയാവുന്നോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഭയങ്കര പിശുക്കനാണെന്ന് നീ പറയുന്നല്ലേ? സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ കാശ് ചെലവാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ അതിനുള്ള കാശ് ഞാൻ കൊടുക്കും. കാശ് ചെലവാക്കുന്നതിന് വിശേഷം ഒന്നും കൂടുതൽ പറയല്ലേ മോനേട്ടാ. സതീഷിനും സുഷമയും വർത്താനം പറഞ്ഞു കേട്ടിട്ടേ എന്റെ തോലുരിഞ്ഞു പോയി. അതെന്തുപറ്റി? ഇവിടെ ആകെ 2 പേരേ ഉള്ളൂ. എന്നിട്ടും അവര് പുതിയ വേലക്കാരെ അന്വേഷിച്ചോണ്ടിരിക്കുക. അതറിയോ മോനേട്ടന്? അത് തികഞ്ഞ ധൂർത്താണ്. ഇവിടെ ഒരു ജോലിക്കാരുടെ ഒരാവശ്യമില്ല. മോഹനേട്ടൻ അതേ പറയുള്ളൂ. പക്ഷേ സതീഷിനറിയാം സുഷമയുടെ കഷ്ടപ്പാടെന്താണ്. അടുക്കള ജോലി പോട്ടെ, ഇത്രയും വലിയ വീടല്ലേ, ഇത് തൂത്തുവാരും തുടക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു വേലക്കാർ തന്നെ വേണ്ടേ മോനേട്ടാ? സുഷമ പറയുന്ന ഒന്നും വേണ്ടെന്ന്. പക്ഷെ സതീഷ് സമ്മതിക്കുന്നില്ല. സുഷമ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ലെന്നാണ് സതീശൻ പറയുന്നത്. ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ എന്റെ സാറിന് അങ്ങനെയൊന്നും തോന്നൂല. അത്രയ്ക്കുണ്ടല്ലോ എന്നോടുള്ള സ്നേഹം. ഭർത്താവ് ഭാര്യയോട് സ്നേഹം കാണിക്കേണ്ടത് പണം ധൂർത്തടിച്ചിട്ടല്ല. ധൂർത്തടിക്കണ്ട, ആവശ്യത്തിനൊന്ന് ചെലവാക്കാലോ. മോഹനേട്ടനെക്കാട്ടിലെ ശമ്പളം കുറവായിരിക്കും സതീഷിന്, എന്നിട്ടും അയാൾ ജീവിക്കുന്നത് കണ്ടോ? ഇങ്ങനെയാണ് മനുഷ്യരൊക്കെ. അവർ തമ്മിലുള്ള സ്നേഹം ഒന്ന് കാണേണ്ടത് തന്നെയാ. മോഹനയുടെ ഒരു കാര്യം അറിയോ? മറ്റാരും ഇല്ലാത്തപ്പോ സുഷമ സതീഷിനെ പേരാ വിളിക്കുന്നത്. ഞാൻ കേട്ടല്ലോ. ഞാനെങ്ങാനും മോഹനേട്ടനെ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എന്നെ തട്ടുകയും ചെയ്യും, മോഹനേട്ടനെ പോലീസ് ഓടുകയും ചെയ്യും. ഇപ്പോഴത്തെ കാലത്തെ മനുഷ്യർ ജീവിക്കുന്ന കണ്ടെങ്കിലും മോഹനേട്ടൻ പഠിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എവിടെ വേലക്കാരി ഒന്നും വെക്കണ്ട, അത്യാവശ്യത്തിന് കാശ് ചെലവാക്കുന്ന ഒരു ഭർത്താവായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ കെ മോഹനകൃഷ്ണ കിട്ടില്ല. എനിക്ക് എന്റെ ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. മോഹനേട്ടന്റെ ആ കാഴ്ചപ്പാടിപ്പെട്ട് എന്റെ ജീവിതം ഒരു വഴിക്കായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ, സതീശനാണ്. എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങൾ? വിളിച്ചിരുന്നോ? ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ശരി സാർ, പറ്റിയാ ഞാൻ ഇന്ന് അതുവഴി വരാം. ഓക്കെ സാർ. സതീഷ് എപ്പോഴാ തിരിച്ചു വരുന്നേ? അയ്യോ, എന്റെ സുഷമയെ മറ്റുള്ളവരുള്ളപ്പോ പേര് വിളിക്കില്ലേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ മാത്രമുള്ളപ്പോ നീ എന്നെ എന്തു വേണേലും വിളിച്ചോ, അതിലെനിക്ക് ഒരു പരാതിയില്ല. നിന്റെ ഈ വിളി മോഹനകൃഷ്ണൻ അങ്ങനെ കേട്ടാലേ അവൻ അറ്റാക്ക് വരും. വിളിച്ച് ശീലിച്ചാലേ സതീശ വിളിക്കാൻ പറ്റൂ. ഹോ, ഈ മോഹനകൃഷ്ണനെ പോലെ ഒരു മനുഷ്യനെ സത്യഭാമ എങ്ങനെ സഹിക്കുന്നോ എന്തോ. കല്യാണം കഴിഞ്ഞതൊരു അവര് ടൂർ പോലും പോയിട്ടില്ലെന്ന്. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ആഘോഷത്തോടെ ജീവിക്കുന്നു, അവരവരുടെ രീതിയിൽ ജീവിക്കുന്നു. സെക്രട്ടേറിയറ്റ് വരെ ഞാൻ കൂടെ വരാം. അത് കഴിഞ്ഞ് എനിക്ക് 1-2 അടുത്ത് പോകാനുണ്ട്. അപ്പോ നീ ആഫീസിൽ പോകുന്നില്ലേ?
നീ വരുന്ന കാര്യം അറിഞ്ഞപ്പോഴേ ഞാൻ ലീവ് എടുത്തില്ലേ. ലീവ് എടുക്കുകയോ? എന്തിന്? അങ്ങനെയല്ലേ വേണ്ടത്. അല്ലേലും ഓഫീസിൽ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വില്ലേജ് ഓഫീസല്ലേ, അവിടുത്തെ കാര്യങ്ങൾ മുറ പോലെ നടക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്റെ വില്ലേജ് ഓഫീസ് അങ്ങനെയല്ല. എനിക്കറിയാം. പക്ഷെ നിന്നെ പോലെ ജോലിയെ ശരണമെന്ന് പറഞ്ഞ് നടക്കാൻ എന്നെ കിട്ടത്തില്ല. കഴിഞ്ഞ മാസം ഞാനും സുഷമയും കൂടെ ഒരാഴ്ച ബാംഗ്ലൂരിലായിരുന്നു. പോയിട്ട് വന്ന് ഞാൻ ആ ഒരാഴ്ചത്തൊപ്പം ഒരുമിച്ച് കിട്ടും, അത്ര തന്നെ. സതീശ, അത് നിയമപ്രകാരം തെറ്റാണ്. നിന്റെ ജോലി പോകും. ആരെങ്കിലും അറിഞ്ഞാലല്ലേ. നീ വാ, സമയം പോയി. സുഷമ വല്ലതും വാങ്ങാനുണ്ടോ? ആ മിക്സി കേടായിരിക്കാം, അതൊന്ന് നന്നാക്കണം. അത് 2-3 പ്രാവശ്യം ശരിയാക്കിയതല്ലേ. ഇനി നമുക്ക് പുതിയ ഒരെണ്ണം വാങ്ങിക്കാം. ശനിയാഴ്ച നമുക്ക് 2 പേർ കൂടെ പുറത്തു പോകുമ്പോ വാങ്ങിക്കാം, പോരെ? അത് മതി. വാ, ശരി. സത്യവാ. പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാറുണ്ടല്ലേ? മോഹനേട്ടൻ പക്ഷെ ഒരൊറ്റ ദിവസം വല്ല ഓഫീസിൽ പോകാതിരിക്കില്ലേ. എന്തെങ്കിലും അസുഖം വന്നാൽ പോലും എത്ര കഷ്ടപ്പെട്ടായാലും മോഹനേട്ടൻ പോയി കളയും. സതീഷേട്ടനും പോവും, പക്ഷെ ഒരാവശ്യം വന്നാൽ ലീവ് എടുക്കാൻ ഒരു മടിയില്ല. പുള്ളിക്കാരൻ അസുഖം വന്നാൽ ചിലപ്പോ പോയെന്നിരിക്കും. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്കൊരു തലവേദനയെന്ന് വന്നാ എന്റെ അടുത്തൊന്നും മാറില്ല, ഓഫീസിൽ പോവുകയില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ബാംഗ്ലൂർ പോയതായിരുന്നു, വെറുതെ ഒരു ട്രിപ്പ്. സതീഷേട്ടൻ എങ്ങനെയാ, എന്നെയും കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോണം, അത് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങള് രണ്ടുപേരും കൂടെ ഇന്ത്യയിൽ പോവാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. അടുത്ത ഡിസംബറിലേ ദുബായി പോണെന്ന് പറഞ്ഞിരിക്കുക കക്ഷി. അതെ, നിങ്ങൾ സാധാരണ എവിടേക്കാ ടൂർ പോവാറ്? അല്ല, ഞങ്ങളിങ്ങനെ ടൂറൊന്നും പോവാറില്ലേ. ഒന്നാമത് പോവാൻ സമയം കിട്ടണ്ടേ. ജോലി മുടക്കി ഒരു പരിപാടിക്ക് മോഹനേട്ടൻ കിട്ടില്ല. ഇനിയിപ്പോ മോഹനേട്ടൻ എങ്ങനെ സമയം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് തിരക്കായിരിക്കും. അങ്ങനെ പറയല്ലേ സത്യഭാമേ, ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, അതങ്ങ് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അല്ലാതെ കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് എന്താ പ്രയോജനം? വയസ്സാവുമ്പോ തോന്നും എല്ലായിടത്തും പോണമായിരുന്നു എന്ന്. പക്ഷേ അപ്പൊ അതിനുള്ള ആരോഗ്യം കാണില്ല. അതുകൊണ്ട് അവസരം കിട്ടുമ്പോ പോവാനുള്ളിടത്തൊക്കെ പോണം. ആരോ വന്നു, ആരാ നോക്കട്ടെ. ശരി. മോഹനേട്ടാ, അടുത്ത തിങ്കളും ചൊവ്വയും മോഹനേട്ടൻ അവധിയല്ലേ? നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ടൂർ പോയാലോ? എന്തിന്? ഇതെന്തൊരു ചോദ്യം മോഹനേട്ടാ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ? ഇതിപ്പോ എന്താ അവസ്ഥ? രാവിലെ എല്ലാ ദിവസവും എഴുന്നേക്കുന്നു, ആഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ബോറടിക്കില്ല മനുഷ്യന്? ബോറടിക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും പോകാം എന്നാണോ നീ പറയുന്നത്? അങ്ങനെ ചെലവാക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഒരുപാട് പൈസ അങ്ങനെ ചെലവാവില്ലല്ലോ മോനട്ടാ. അല്ലെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ പൈസക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമുക്ക് ടൂർ പോകാം. എന്റെ കയ്യിൽ പൈസ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് നീ പറയുന്നത് പോലെ വെറുതെ ചെലവാക്കാനുള്ളതല്ല. അങ്ങനെ 10 പൈസ ചെലവാക്കാൻ എന്നെ കിട്ടുകയുമില്ല. മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ടെങ്കിൽ വില്ലേജർക്കൊന്നും മനസ്സിലാവണ്ടേ? എവിടെ സുഷമ്മയുടെ ഭാഗ്യമൊന്നും എനിക്ക് പറഞ്ഞിട്ടില്ല. പൈസ ഈ ആഴ്ച ശരിയാവുന്ന സതീശൻ പറഞ്ഞത്. ഗോപി ഒന്നുകൂടെ ക്ഷമിക്കേ. ഇനി ക്ഷമിക്കുന്ന പ്രശ്നമില്ല. പലപ്പോഴായി 4 ലക്ഷം രൂപയാണ് സതീശൻ എന്നോട് വാങ്ങിയത്. ഒരൊറ്റ പൈസ പലിശ വാങ്ങാതാണ് സതീശൻ ഞാനത് കൊടുത്തത്. എനിക്കത് കിട്ടണം. പൈസ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ബാങ്കിൽ നിന്നൊരു ലോൺ ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടിയ അപ്പൊ തന്നെ സതീശൻ തരും. ഇതാരോടാ സുഷമ ഈ പറയുന്നത്? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തല്ലേ വീട് വാങ്ങിയത്. കഴിഞ്ഞ 4 മാസമായി തിരിച്ചടവ് മുടങ്ങിയതാണ് മാനേജർ പറഞ്ഞത്. പിന്നെ ഏത് ബാങ്കാണ് നിങ്ങൾക്ക് ലോൺ തരുന്നത്? ഒരു കാർ ഉണ്ടായിരുന്നത് CC കാരൻ പിടിച്ചോണ്ട് പോയി. അല്ലെങ്കിൽ അതെങ്കിലും എടുത്തോണ്ട് പോയായിരുന്നു. അല്ല, ഗോപിതന് അതൊക്കെ അറിയുന്നത്. ഞങ്ങളുടെ കാർ ആരെങ്കിലും കൊണ്ടുപോയി ഞങ്ങൾ സഹിച്ചോളാം. ആയിക്കോ, പക്ഷെ എനിക്ക് എന്റെ പൈസ കിട്ടണം. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ലോകം മുഴുവൻ കറങ്ങി നടക്കുകയും സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയത് കൊണ്ടാണല്ലോ ഈ കടമൊക്കെ ഉണ്ടായത്. സുഷമ എന്ത് പറഞ്ഞാലും സതീശൻ കേൾക്കും. കാശില്ലെങ്കിൽ കടം വാങ്ങിക്കും. ദേ, സതീശൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രമാണ് ഒരു ജാമ്യം ഇല്ലാതെ ഞാൻ പൈസ വാങ്ങിച്ചു കൊടുത്തത്.
ഇപ്പൊ സതീഷിന് ജോലിയുമില്ല. ജോലിയില്ലെന്ന് ആര് പറഞ്ഞു? ഒരു സസ്പെൻഷൻ അല്ലേ, 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് കയറാലോ. അതൊക്കെ കണ്ടറിയണം. ഇതിപ്പോഴും എത്രാമത്തെ സസ്പെൻഷനാ? ആ, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ 2 ദിവസം കൊണ്ട് ക്ഷമിക്കും. അത് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ പൈസ കിട്ടണം. ഇത് അവസാനത്തെ അവധിയാണ്. ഹാമേ, പണം കയ്യിലുണ്ട് എന്നോർത്ത് അത് ധൂർത്തടിച്ചാൽ പണം ഇല്ലാത്ത സമയത്ത് ഒരാവശ്യം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരാളുടെ മുന്നിൽ പോയി കൈനീട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ ചെലവ് കുറച്ച് പണം മെച്ചം പിടിക്കുന്നത്? ഓ, മിച്ചം പിടിക്കേണ്ടെന്ന് ആരാ മോനോട്ടെ പറഞ്ഞത്? പക്ഷെ മോനോടനെ പിശുക്കൊരു ഇത്തിരി കൂടുതൽ തന്നെയാ. അതൊക്കെ നിനക്ക് തോന്നും. നാളെ ഒരു ആവശ്യം വരുമ്പോ ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് നാണക്കേടല്ലേ? ആരോടെങ്കിലും പണം കടം വാങ്ങിയിട്ട് അത് സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നാൽ അതിലും വലിയ നാണക്കേടല്ലേ? പണം ധൂർത്തടിക്കുന്നവർക്ക് എപ്പോഴും വരുന്ന അപകടങ്ങൾ ഇതൊക്കെയാണ്. എനിക്കോ നിനക്കോ ഒരിക്കലും ഒരാളുടെ മുന്നിലും തല താഴ്ത്തേണ്ടി വരില്ല. അതിനാണ് ഞാൻ പൈസ ചെലവാക്കുമ്പോ ഇത്രയും സൂക്ഷിക്കുന്നത്. അത് പിശുക്കായിട്ട് നിനക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ. എന്തായാലും ഞാൻ ഈ ചെയ്തതിൻ്റെയൊക്കെ അർത്ഥവും പ്രയോജനവും ഒക്കെ നിനക്ക് ഒരു ദിവസം മനസ്സിലാവും. വില്ലേജ് ഓഫീസർ ആളൊരു പിശുക്കനാണെങ്കിലും അറിയുന്നതിലൊക്കെ ഒരു കാര്യമുണ്ട്. എന്താ ഒറ്റയ്ക്ക് വന്നിരുന്നൊരു ആലോചന? വല്ലതും കഴിക്കണ്ടേ? ഓ, വിശപ്പ് തോന്നി തുടങ്ങിയില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. എന്തുപറ്റി? പുള്ളിക്കാരനെ കാണാത്തോണ്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ വീട്ടിലാണെങ്കിലും മോഹയുടെ രാവിലെ പോയാൽ വൈകിട്ടല്ലേ പറ്റുള്ളൂ. സതീഷ് ചേട്ടൻ അങ്ങനെയൊന്നുമല്ല. രാവിലെ ഓഫീസിൽ പോയാലും ഉച്ചയ്ക്കുണ്ടാൻ ഇങ്ങോട്ട് വരും. ചോറ് കൊടുത്തുവിടാന്ന് വെച്ചാ സതീഷ് ചേട്ടൻ പറയുന്നത് എന്താണെന്നറിയോ? എന്റെ സുഷ്മേ, നിന്നെ കാണുമെന്ന് തോന്നുമ്പോ ഒരു കാരണം ഉണ്ടാക്കി ഞാൻ വരുമല്ലേന്ന്. ചോറ് കൊണ്ടുപോയാൽ എന്ത് കാരണം പറഞ്ഞ് ഇങ്ങോട്ട് വരും? അത്ര സ്നേഹമാ പുള്ളിക്കാരൻ എന്നോട്. ഏതായാലും നിങ്ങൾ വന്ന് നന്നായി. എനിക്കെന്തേലും മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. 2 ദിവസം കഴിഞ്ഞ് പോയാ മതി. അതൊന്നും പറ്റില്ല. മോഹനേട്ടന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ രാത്രി വണ്ടിക്ക് തന്നെ ഞങ്ങൾ പോകും. ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. എന്തായാലും 2 ദിവസം കഴിഞ്ഞേ വിടത്തുള്ളൂ എന്ന് സതീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വാ, എന്തേലും കഴിക്കാം. വാ. ഹലോ, ആ വിദ്യ, എന്താ വിശേഷം? ആ, ഞാൻ സുഖമായിട്ട് തിരുവനന്തപുരത്തുണ്ട്. ഇല്ലില്ല, മോഹനേട്ടൻ ഒരു സുഹൃത്തിന് വീട്ടില്ല. മോഹനയുടെ സെക്രട്ടറി പോയിരിക്കുന്നു, ഉടനെ എത്തുമായിരിക്കും. ആ, ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോകണം മോഹനേട്ടൻ പറഞ്ഞത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് വിടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെയുള്ളവർ. മോഹനേട്ടന്റെ സ്വഭാവം വെച്ച് ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചു പോരും. അല്ലാതെ ഒരു ദിവസം കൂടി ഇവിടെ തങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നാളെ സിറ്റി എല്ലാം കൂടി ഒന്ന് ചുറ്റി കണ്ടിട്ടേ വരും. ആ, മോഹനേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ശരി. മോഹനേട്ടൻ എങ്ങനെയാ വന്ന? ഓട്ടോയില? എന്തിനാ വെറുതെ പൈസ കളയത്? ഞാൻ സെക്രട്ടേറിയറ്റിന് അടുത്ത് നിന്ന് ഒരു ബസ്സിൽ കയറി അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി. എന്നിട്ട് നടന്നിങ്ങി പോന്നു. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഓട്ടോ വിളിക്കാന്ന് പറഞ്ഞാൽ ധൂർത്താണ്. സതീഷിനെവിടെ? അവൻ കുറച്ച് കഴിഞ്ഞ് വരൂ. ബാങ്കിൽ പോകേണ്ട എന്തോ കാര്യമുണ്ടെന്ന് ബാങ്ക് മാനേജർ വിളിച്ചിട്ടാ പോയത്. എന്നെ സഹകരണ ബാങ്കിലെ സെക്രട്ടറി വിളിക്കാറില്ല, അതുപോലെ. അതുപോലെ അല്ല മോഹനേട്ട ഇത്. സഹകരണ ബാങ്കിലെ സെക്രട്ടറി മോഹനേട്ടനെ വിളിക്കുന്നത് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടല്ലേ. സതീഷിന്റെ ബാങ്ക് മാനേജർ വിളിക്കുന്നത് കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ പറയാനാ. നിന്നോട് ആര് പറഞ്ഞു? നമ്മൾ വിചാരിക്കുന്നവരൊന്നുമല്ല മോഹനേട്ട ഇവിടുത്തെ കാര്യങ്ങള്. ഈ വീടിന്റെ പേരിൽ ഒരു വലിയ തുക ലോൺ എടുത്തിട്ടുണ്ട്. അതിന്റെ തിരിച്ചടവൊക്കെ മുടങ്ങി കിടക്കുക. അതുപോലെ പലരുടെ കയ്യിൽ നിന്നും സതീഷൻ പണം കടം വാങ്ങിയിട്ടുണ്ട്. നിന്നോട് ആര് പറഞ്ഞു? ഇവിടെ ഒരാള് പൈസ ചോദിച്ചു വന്ന് ബഹളം ഉണ്ടാക്കി. അയാൾ ഒരു തരത്തിലാണ് സുഷമ പറഞ്ഞു വിട്ടത്. പിന്നെ സതീഷിന് ആഫീസ് പോകാതിരിക്കുന്ന നമ്മൾ വന്നിട്ടൊന്നുമല്ല. ആള് സസ്പെൻഷനില്ല.
അതേന്ന് കാറ് വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞില്ലേ, അതും കള്ളവ. ലോൺ അടയ്ക്കാത്തവരെ വണ്ടി പിടിച്ചോണ്ട് പോയി. നേരാണോ? അതേ മോഹനേട്ടാ, ഞാൻ രാവിലെ ചോദിച്ചില്ലേ സതീഷിന് മോഹനേട്ടനെക്കാട്ടില് ശമ്പളം കുറവാണല്ലോ, എന്നിട്ടും എത്ര നന്നായിട്ട് അവര് ജീവിക്കുന്നെന്ന്. കാര്യം ഇതാണ്, കടം വാങ്ങി ചെലവാക്കുന്നു. എന്റെ മോഹനേട്ടൻ പറഞ്ഞ അതിന്റെ ശരി. പൈസ അത്യാവശ്യത്തിന് മാത്രം ചിലവാക്കി ബാക്കി സൂക്ഷിച്ചു വെച്ചാൽ നല്ലത്. കാശ് വെച്ച് അയാൾ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ ആ സുഷിമ അനുഭവിച്ച പ്രയാസം എന്തായിരിക്കും? ഭാമേ, ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായി അനാവശ്യമായി കാശ് മുടക്കുന്നതും അന്തസ് കാണിക്കാനായി കാറ് വാങ്ങുന്നതും ആഫീസിൽ നിന്ന് ലീവ് എടുത്ത് നാട് ചുറ്റാൻ പോകുന്നതൊന്നും ശരിയായ കാര്യങ്ങളല്ല. ഒരാവശ്യം വരുമ്പോ പണമില്ല എന്നതിന്റെ പേരിൽ നീ പ്രയാസപ്പെടരുത്. അതിനാ ഞാൻ പണം സമ്പാദിക്കുന്നത്. രാവിലെ അവര് പറയുന്ന കേട്ടപ്പോ ചെറുതായിട്ട് എനിക്ക് മോനോട്ട് ദേഷ്യം തോന്നിരുന്നു, കുഞ്ഞിതായിട്ട്. പക്ഷെ സത്യമൊക്കെ അറിഞ്ഞപ്പോ ദേഷ്യം പോയെന്ന് മാത്രമല്ല, എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി. ഓ, പിന്നില്ലേ, എന്റെ വില്ലേജ് ഓഫീസർ ഒരു പുലിയല്ലേ? വില്ലേജ് ഓഫീസർ ആള് പിശുക്കനായിരിക്കും, പക്ഷേ ഭാവിയെ പറ്റിയും കുടുംബത്തെ പറ്റിയും ചിന്തയുള്ള ആളാണ്. കിട്ടുന്ന പണമത്രയും ആഘോഷമായി ദൂർത്തടിച്ച് കുഴപ്പങ്ങളിൽ ചാടാൻ മോഹനകൃഷ്ണൻ തയ്യാറല്ലാത്തതും സത്യഭാമയുടെ ഭാഗ്യം. ഭർത്താവിന്റെ പിശുക്ക് കൊണ്ട് നന്മകളുമുണ്ട് എന്ന് വക്കീലിന് ബോധ്യപ്പെട്ട നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം.